മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. ബ്രേക്ക് ഡൗൺ ആയിട്ട് വണ്ടി കയറ്റി കൊണ്ടുവന്നായിരുന്നതാണ്. അപ്പം നിലവിൽ അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് ജോബ് കാർഡിൽ പറയണം. ഒന്ന് വണ്ടി സ്റ്റാർട്ട് ആവേണ്ട, ആക്സിലേറ്റർ കൊടുത്ത വണ്ടി മൂവ് ആവുള്ള, പിന്നെ ബ്രേക്ക് ഷൂ ചെക്കപ്പ്, ബ്രേക്ക് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ ഷോക്ക് അബ്സർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ബാക്കിൽ ഷോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ആക്സിലേറ്റർ ചെക്കപ്പ്, അത് മെയിനായിട്ട് വണ്ടി സ്റ്റാർട്ടാവും, ആക്സിലേറ്റർ കൊടുത്ത വണ്ടി മൂവ് ആവില്ല, അതാണ് കംപ്ലൈൻറ്റ്. പിന്നെ ഓയിൽ ടോപ്പപ്പ് ചെയ്യുക, ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട്, ഇത്രയും കേസൊക്കെയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ബെൽറ്റ് പൊട്ടിയേക്കുന്നതായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലായി. നമുക്കതും പ്രകാരം നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. നമുക്ക് കംപ്ലൈൻറ്റ് ഈ ക്ലച്ചിനകത്ത് ബെൽറ്റ് പൊട്ടിപ്പോയതാണ് മെയിനായിട്ട് വന്നിരുന്ന കംപ്ലൈൻറ്റ്. ബെൽറ്റ് ഓൾറെഡി നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഈ ലെഗൊക്കെ പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു. കമ്പനി ബെൽറ്റാണ് കിടക്കണേ, പക്ഷേ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കിടന്ന് ഓടി പൊട്ടിപ്പോയതാണ്. ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. പറയത്തക്ക ലീക്കേജ് ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. പിന്നെ അതിൻ്റെ ഈ വീലുകളൊക്കെ തന്നെ കംപ്ലൈൻ്റ് ആയി. അതായത് ഇതിനകത്തേക്ക് വെക്കുമ്പോൾ ഈ അലുമിനിയം ബോഡി ഇതിന് ഫേസ് കംപ്ലീറ്റ് മൂവിൽ ഡ്രൈവ് എന്നൊക്കെ പറയണേ, വേരിയേറ്റർ ബോഡി എന്ന് ചുരുക്കി പറയും. ഇത് രണ്ടും കംപ്ലൈൻറ്റാണ്. ബോസ് ഡ്രൈവും പോയിട്ടുണ്ട്, ഈ അലുമിനിയം ബോഡി പോയിട്ടുണ്ട്. പിന്നെ ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റൊക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം മാറ്റിയിട്ട് വേണം ആ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട്. അതേപോലെ ബാക്കിലത്തെ CVT ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റ് ബാക്ക് സൈഡിലുണ്ട്. ആ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ള് തുരുമ്പിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് പിന്നൊക്കെ ഗ്രീസ് ചെയ്ത് സാധാരണ രീതിയിലേക്ക് നോർമലാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്ലച്ച് റബ്ബർ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ റോളർ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഓരോ സാധാരണ നമുക്ക് അതിൻ്റെ സർവീസ് പീരീഡ് വന്ന് 4 മാസം കൂടുമ്പോഴാണ്. ജനറലായിട്ടുള്ള സർവീസാണ് കൃത്യമായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിനകത്ത് ഈ ഒരു കംപ്ലൈൻ്റ് ഒന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് തേമാനം വരുന്നുണ്ടെങ്കിൽ ആ കൈയോടെ തന്നെ നമ്മളത് മാറ്റി പോകലാണ് പതിവ്. ഇത് സർവീസൊക്കെ ഇടയ്ക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. CVT ക്ലച്ച് ഈ ഭാഗമാണ് നമുക്ക് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാക്കി തന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി പുതിയതിട്ടു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ഓടി കഴിഞ്ഞുമ്പോഴത്തേക്ക് നമ്മളത് അഴിച്ച് നോക്കണം. അഴിച്ച് നോക്കിയിട്ട് തേമാനം വരുന്ന ഭാഗങ്ങൾ നോക്കി ക്ലിയർ ചെയ്ത് പോകണം. ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, ബെൽറ്റിലാണ് വണ്ടി ഓടണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് CVT ക്ലച്ചിന് വേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ ബെൽറ്റൊക്കെ ഫുള്ള് പൊട്ടിപ്പോയി. അപ്പോൾ ക്ലച്ചിനകത്ത് അത്യാവശ്യം ബെൽറ്റ് വരും, ഈ വീല് വരും, ബോസ് ഡ്രൈവ്, പീസെറ്റ് സ്ലൈഡ്, അതെല്ലാം വന്നിട്ടുണ്ട് ക്ലച്ചിനകത്ത് മാറ്റേണ്ടതായിട്ട് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണം. ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടാണ്. പിന്നെ അത് കൂടാതെ തന്നെ ബാക്കിലത്തെ ഈ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്, ഔട്ടർ വലിഞ്ഞേക്കാണ്. ഫ്രണ്ടിലേക്ക് പോകണ ഒരു കേബിളും കൂടി കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ട് കേബിളും ബ്രേക്ക് ലൈനറും കൂടി മാറ്റിയിട്ടാണ് ബ്രേക്കിൻ്റെ കേസ് ഒരുവിധം റെഡി ആവുള്ളൂ. നമുക്ക് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇവിടെ ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ളൊരു നനവ് കാണുന്നുണ്ട്. ഈ സൈഡിലേക്ക് നമ്മൾ ലിഫ്റ്റ് വണ്ടി പൊക്കി നിർത്തിയതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഓയിലിൻ്റെ നനവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ സീൽ ലീക്ക് ആയേക്കണതാണ്. നിലവിലിപ്പോൾ ബെയറിങ്ങിന് പ്ലേ ഇല്ല. പക്ഷേ നമ്മളിത് ഒന്നുപോലെ ഇപ്പം അഴിച്ച് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ കൃത്യമായിട്ട് എൻ്റെ കംപ്ലയിൻറ്റ്സ് വരുന്ന പോകുന്ന ഒരു കംപ്ലയിൻറ്റ് മുൻകൂട്ടി പറയണമെന്നുള്ളൂ. ഈ സൈഡ് ലീക്ക്, ഇതിനകത്താകെ നമുക്ക് 120 മില്ലി ഓയിലാണ് അതിൻ്റെ ഉള്ളിൽ വരാം. ആ ഓയിൽ ലീക്കായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് ഗിയർ വീലുകൾ കംപ്ലയിൻറ്റ് വന്ന് പോകാമെന്നുള്ള പ്രോബ്ലമാണ് നമുക്ക് അതുമായി ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒന്നുപോലെ നിലവിൽ ഇപ്പോൾ കൈയോടെ തന്നെ നമുക്ക് ഗിയർ ബോക്സ് അഴിച്ച് അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഉള്ള കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യുക. ഈ സൈഡ് ലീക്കേജ് കൂടുതലായിട്ട് കാണുമ്പോൾ അഴിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഗിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലവ് വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകും. പിന്നെ ഈ ബാക്കിലത്തെ ഷോക്ക് അബ്സർ കംപ്ലൈൻറ്റാണ്, ലീക്കാണ്, തന്നെയല്ല ആക്ഷൻ കൂടുതലാണ്, കംപ്ലൈൻറ്റാണ് നിലവിലത് കേട്ടോ. മാറ്റേണ്ടതാണ്. ഐറ്റം നല്ല രീതിയിൽ സ്റ്റോക്കിലുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വരുത്തിയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും ഈ പറഞ്ഞ രീതി മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് പിന്നെ ഫ്രണ്ടിലത്തെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുക. ഇതുണ്ടോ, ഈ സൈഡ് കേബിൾ നിൽക്കുന്നത് ഇത്ര ലെങ്ത് ഉണ്ട്, ഈ സൈഡ് അത്രയും കയറി വലിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്ക് ക്ലിയർ ആയിട്ട് നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇതൊക്കെയാണ് കേട്ടോ. ഫ്രണ്ട് ബ്രേക്കൊക്കെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലാണ് ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് മാറുള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം.
വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഗിയർ ബോക്സിൻ്റെ ഈ ലീക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം. അതനുസരിച്ചിട്ട് നമുക്ക് ആ എസ്റ്റിമേറ്റ് നമ്മൾ പിന്നെ അത് ഉൾപ്പെടുത്തുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി ഇട്ട് തരാം. പിന്നെ അതിനകത്ത് എഞ്ചിൻ ഓയിൽ ലെവല് കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാണ്. ലെവല് കുഴപ്പമില്ല. ഓയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓയിലൊക്കെ ശരിക്കും 1000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓയിൽ മാറേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഈ BS6 മോഡലിൻ്റെ എഞ്ചിനിൽ ആകെ 600 മില്ലി ഓയിലുള്ളൂ. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ പണി 100% ഉറപ്പാണ് കേട്ടോ. കറക്റ്റായിട്ടും ആ പീരീഡുകളിൽ ഓയിൽ മാറ്റാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം. ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ.